2 കാലവർഷങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട നാട്. ശരാശരി 2900 മില്ലിമീറ്ററിലധികം മഴ ലഭിക്കുന്ന നമ്മുടെ കേരളം ജലസമ്പന്നമാണ്. എന്നാൽ ഈ ജലസമൃദ്ധിക്ക് പിന്നിൽ ഗൗരവകരമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ലഭിക്കുന്ന മഴയുടെ 85% പെയ്യുന്നത് ഏതാനും മാസങ്ങളിലാണ്. ബാക്കി മാസങ്ങളിൽ മഴ കുറവായതുകൊണ്ട് ചില പ്രദേശങ്ങളിൽ നാം ജലക്ഷാമം നേരിടാറുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചാലക്കുടി BRCക്ക് കീഴിലുള്ള 8 സ്കൂളുകളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഒരു ദൗത്യത്തിനിറങ്ങിയത്. ഈ കുട്ടി ഗവേഷകർ തങ്ങളുടെ പ്രദേശത്തെ ജലവിതരണത്തെയും ജലസംരക്ഷണത്തെയും കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തി. അവരുടെ ഗവേഷണത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഈ കുട്ടി ഗവേഷക സംഘത്തിൽ നിന്നും പാർവതി MR, ശ്രീനിധി MA. എന്താണ് പരിപാടി? ലക്ഷ്യങ്ങൾ. സംരക്ഷണ രീതികളും മികച്ച രീതികളും തിരിച്ചറിയാൻ. വീട്ടിൽ, സ്കൂളിൽ, സമൂഹത്തിൽ ജലസംരക്ഷണം നടത്താനുള്ള മാർഗങ്ങൾ പഠിക്കുക. ജലം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? എന്താണ് അവിടെ ചെയ്യണേ? അതെ, അല്ല നീ ഏതാ? ഇതെന്ത് സംഭവം എന്ന് അറിയോ? ഇത് കുറേ നാളായി ക്ലാസ്സിൽ വന്നിട്ട് സിലബസ് ഒക്കെ കവർ ചെയ്തു പോയേ. ഇപ്പൊ കുറേ പിള്ളേർക്ക് ഒരു പ്രശ്നമുണ്ട്. പുതിയ സിലബസ് വന്നേ പിന്നെ അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് പഠിക്കാന്ന് ഒരു പ്രശ്നം. അപ്പൊ അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തവരത് പഠിപ്പിച്ചാലോ എന്നൊരു ചിന്ത വന്നപ്പോഴാണ് ഇവിടെയും കൂടെ എൻ്റെ കൂടെ കൂട്ടിയത്. ഞാൻ പാർവതി. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രോജക്റ്റിന്റെ തുടക്കത്തിൽ എനിക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 8th ക്ലാസ്സിലത്തെ കെമിസ്ട്രിയിൽ വാട്ടർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. അതിനകത്ത് ഞങ്ങൾക്ക് 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഒന്ന് pH വാല്യൂ, അതേപോലെ തന്നെ മെറ്റാലിക് ഓക്സൈഡുകളും നോൺ മെറ്റാലിക് ഓക്സൈഡും. അതിൽ മെറ്റാലിക് ഓക്സൈഡുകൾ വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ അത് ബേസിക് സൊല്യൂഷനിലേക്ക് പോകും, ആൽക്കലൈൻ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുണ്ട് ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത്. ഇതെന്താണെന്നറിയോ? ഇത് മെഗ്നീഷ്യം ഓക്സൈഡാണ്. മെഗ്നീഷ്യം കത്തിച്ചിട്ട് അതിൻ്റെ ആഷ് എടുത്ത് വെള്ളമായിട്ട് ഞങ്ങൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മളൊരു pH പേപ്പർ എടുത്ത് ഡിപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്ത് pH വാല്യൂ ആണ് കിട്ടാൻ നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കിട്ടിയിട്ടുള്ള കളറ് ഏകദേശം ഒരു വയലറ്റ് കളറാണ്. അപ്പോൾ ഇത് മാച്ച് ചെയ്യുന്നത് ആൽക്കലൈൻ കണ്ടന്റിലേക്കാണ് പോയിക്കണേ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? 7 ഞങ്ങൾ ലബോറട്ടറി ടെസ്റ്റുകളൊക്കെ നടത്തിയായിരുന്നു. അതിൻ്റെ ബേസിസിൽ കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6.5 തൊട്ട് 8.5 വരെയുള്ള ഒരു റേഷ്യോയിൽ ഞങ്ങൾക്ക് ന്യൂട്രൽ ആയിട്ടുള്ള ശുദ്ധജലം നമുക്ക് കുടിക്കാനായിട്ട് പറ്റുന്നതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ലബോറട്ടറി ടെസ്റ്റുകൾ ഞങ്ങൾ പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 8.5ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതെന്താ? ആൽക്കലൈൻ ആണ്. ആൽക്കലൈൻ. അപ്പോൾ ഈ ആൽക്കലൈൻ കണ്ടന്റ് ഇത് തെളിയിച്ചു കഴിഞ്ഞു അല്ലേ. ഈ മെറ്റാലിക് ഓക്സൈഡ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഞങ്ങൾ ഡൈല്യൂട്ട് ചെയ്തെടുത്തപ്പോൾ അതെന്തായി? ഒരു ബേസിക് സൊല്യൂഷനായിട്ട് മാറി. അപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റിൽ മെയിനായിട്ട് 3 പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഒന്ന്, സിലബസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു മാപ്പിംഗ് ഞങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ ചെയ്തത്. രണ്ടാമത്തെ എന്തായിരുന്നു എന്നറിയോ? ഞങ്ങളുടെ അടുത്തൊരു ഫാക്ടറി ഉണ്ട്. ഈ ഫാക്ടറിയിൽ ഒസീൻ നിർമ്മാണമാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ ഒസീൻ നിർമ്മാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കൊളാജിൻ പെപ്റ്റൈഡ് ഉണ്ടാക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഈ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുക, അതുപോലെ മാലിന്യങ്ങളൊക്കെ പുഴയിലേക്ക് തള്ളുന്നു എന്നുള്ളൊരു ആരോപണം നമുക്ക് കേട്ടിരുന്നു. അതേപോലെ തന്നെ രണ്ടാമതൊരു ഹൈപ്പോത്തസിസ് ആണ്. ഞങ്ങൾ ജനങ്ങളോട് നേരിട്ട് ഇടപഴകി സംസാരിച്ചപ്പോൾ അതിൽ കുറച്ച് ആൾക്കാരുടെ ഒരു ഒപ്പീനിയൻ എന്തായിരുന്നു എന്നറിയോ? എടാ, ഇവിടെ ജലം അധികം കിട്ടുന്നില്ല, അത് മലിനായി പോകുന്നുണ്ട്, അതേപോലെ എന്താ ജലക്ഷാമം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നപ്പോൾ സിലബസ് ഉപയോഗിച്ച് വേറൊരു മാപ്പിംഗ് കൂടെ ഞങ്ങൾ നടത്തിയിരുന്നു. അഗ്രികൾച്ചർ, അതായത് ബയോളജിയിൽ ഞങ്ങൾക്ക് പഠിക്കാനുള്ള കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ ഒരുപാട് അഗ്രികൾച്ചറൽ പുതിയ ഇറിഗേഷൻ ഫെസിലിറ്റീസ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള 3 മെത്തേഡുകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ, മൾച്ചിങ്, അതുപോലെ വിക്ക് ഇറിഗേഷൻ. അപ്പോൾ ഇത്രയും ഇറിഗേഷൻ ഫെസിലിറ്റീസ് നമുക്ക് പഠിപ്പിച്ചു തന്നതുകൊണ്ട് നമ്മുടെ പ്രോജക്റ്റിനെ അത് കണക്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ പിന്നീടുള്ള ഈ കണ്ടെത്തലുകൾ യാത്രയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ റിസർച്ച് മെത്തഡോളജിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞങ്ങളൊരു സർവേ ആയിരുന്നു നടത്തിയിരുന്നത്. അതിൽ 40 വീടുകളിൽ ഞങ്ങൾ സർവേ നടത്തി. 8 സ്കൂളിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ചേർന്നിട്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്തത്. അപ്പോൾ 40 വീടുകളിൽ സർവേ നടത്തിയപ്പോൾ കിട്ടിയ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കട്ടെ? എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വീടുകളിലെ 80% ആളുകൾ ആശ്രയിക്കുന്നത് കിണറിനെയാണ്. അപ്പം നമ്മൾ കിണറിനെ പറ്റി കുറച്ച് പഠനം നടത്തണ്ടേ?
അപ്പോൾ അതിന് മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്തത് ഇത് എങ്ങനെയാണ് ഇവർ ലബോറട്ടറി ടെസ്റ്റുകൾ നടത്തുന്നത്, എങ്ങനെയാണ് ഇത് വെള്ളം ക്ലീൻ ആണോ എന്ന് നോക്കുന്നത് എന്നായിരുന്നു മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ. അപ്പോൾ അതിൽ വർഷത്തിൽ ഒരിക്കൽ ലബോറട്ടറി ടെസ്റ്റ് നടത്തുന്ന 37% ആളുകളെ ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ടെങ്കിലും ബാക്കിയുള്ള ആളുകളെ കാര്യം ആലോചിക്കുമ്പോൾ വളരെയധികം ദുഃഖമുണ്ട്. കാരണം ഒരു വർഷത്തിൽ പോലും ലബോറട്ടറി ടെസ്റ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ എത്രത്തോളം ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇത്രയും ഒരു 12 ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സർവേ ഫോർമാറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ സർവേ നടത്തിയത്. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, യെസ് ഓർ നോ ഉണ്ടായിരുന്നു, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു ഒപ്പീനിയൻ ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീടിൽ നിന്ന് ഭയങ്കര ദൂരെയാണ് ഈ ലബോറട്ടറി ടെസ്റ്റ് അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ് നടത്തേണ്ട ലാബുകളുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ലാബ് ടെസ്റ്റ് നടത്താത്തതെന്ന് ഒരു ഉത്തരം കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 10 കിലോമീറ്ററിനുള്ളിൽ, 5 കിലോമീറ്ററിനുള്ളിൽ, അതുപോലെ 1 കിലോമീറ്റർ ചുറ്റളവിന് 10 കിലോമീറ്റർ മുകളിൽ എന്നിങ്ങനെ ക്രൈറ്റീരിയയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിൽ ഒരുപാട് ആളുകളും 10 കിലോമീറ്ററിന് മുകളിൽ ലബോറട്ടറി ടെസ്റ്റ് നടത്തുന്ന ഇടങ്ങളുള്ളത് കൊണ്ട് നടത്താതിരിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. അത് മെയിനായിട്ട് ഞങ്ങൾ ചെയ്തത് വാട്ടർ അതോറിറ്റിയിലെ ചീഫായിട്ടുള്ള അഷ്റഫ് സാറായിട്ടും അതേപോലെ 3 കർഷകരായിട്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ 2 കുട്ടി കർഷകരുണ്ട്. അവരുടെ പാരൻസിനായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ടും ഇൻ്റർവ്യൂ നടത്തിയത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഹ്രസ്വകാല വിളകൾക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന 30 തൊട്ട് 40% വരെ വെള്ളത്തിന് എന്ത് ചെയ്യാൻ പറ്റും, സംരക്ഷിക്കാം, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീടുകളിൽ അഗ്രികൾച്ചറിനെ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഇതിൽ കൂടെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വേറൊരു ഡാറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രിപ്പ് ഇറിഗേഷൻ, വിക്ക് ഇറിഗേഷൻ, മൾച്ചിങ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇറിഗേഷൻ രീതിയാണെന്ന് മനസ്സിലായി. അത് ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മൾച്ചിങ് ഷീറ്റ് ഫാമിങ് വളരെ വിപുലമായിട്ട് നടക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഫീൽഡ് വിസിറ്റ് ആയിട്ട് ഞങ്ങളുടെ സ്കൂളിലെ ഭൂരിഭാഗം കുട്ടികളെയും കൊണ്ട് കാണിച്ചിരുന്നു. അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഫൈൻഡിങ് എന്തായിരുന്നു കിട്ടിയെന്നറിയോ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ സർവേയും ഇൻ്റർവ്യൂവും ഒക്കെ ആയിട്ട് നടത്തിയപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചു. അപ്പോൾ ഇത്രയും ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഞങ്ങൾ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഈ വാട്ടർ കൺസർവേഷൻ കുട്ടികളിൽ എങ്ങനെ നടത്താം. അപ്പോൾ ഞങ്ങളൊരു വാട്ടർ ബെല്ലെന്ന് പറഞ്ഞൊരു സംഭവം ഏർപ്പാടാക്കി. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇൻ്റർവെല്ലിന് സ്കൂളിൽ വെള്ളം കുടിക്കുമ്പോൾ ചുമ്മാ പൈപ്പ് തുറന്നിട്ടിട്ട് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സിൽ നിന്നും 2 കുട്ടികളെ വീതം ഏർപ്പാടാക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ വാട്ടർ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഈ വാട്ടർ ബെല്ലെന്ന് പറയുന്നത് ഇൻ്റർവെല്ല് പോലെ തന്നെ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബെല്ലാണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് കുട്ടികളുടെ ഹെൽത്തും അതുപോലെ അവരുടെ ഹൈഡ്രേഷനും ഡീഹൈഡ്രേറ്റഡ് ആവാതെ അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വെള്ളത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള ഉപയോഗം നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, 40% വരെ വെള്ളത്തിൻ്റെ സ്കൂളിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങളുണ്ടായി. അതായത് ഞങ്ങൾ അഗ്രികൾച്ചർ എന്നുള്ള മേഖലയിലേക്ക് എടുത്തപ്പോൾ ഞങ്ങൾ 3 ഇറിഗേഷൻ ഫെസിലിറ്റീസിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് നിർദ്ദേശിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൽ ഞങ്ങളുടെ സീഡ് ജീവാമൃതം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായിട്ട് കൊളാബ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളത് ചെയ്തത്. അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ, ഒരു 50ഓളം കുട്ടികളും ഇത്തരം ഡ്രിപ്പ് ഇറിഗേഷൻ, വിക്ക് ഇറിഗേഷൻ, അതുപോലെ മൾച്ചിങ് ഫോളോ ചെയ്ത് അവരുടെ ഫോട്ടോസ് ഞങ്ങൾക്ക് അയച്ചു തരാൻ തുടങ്ങി. അതിലൂടെ ഈ ഒരു ഇറിഗേഷൻ ഫെസിലിറ്റീനെ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതേപോലെ തന്നെ ഞങ്ങൾ വെച്ചിരുന്ന വേറൊരു നിർദ്ദേശമായിരുന്നു, വെറും 50 രൂപ മുടക്കിക്കൊണ്ട് ഹരിതകർമ്മസേനയ്ക്ക് വേസ്റ്റ് കൈമാറാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആവാതെ നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ രാത്രിയുടെ മറവിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് കൊണ്ട് പുഴയിൽ തട്ടുന്നുണ്ട്. ഈ പുഴയിൽ കൊണ്ട് വേസ്റ്റ് തട്ടുമ്പോൾ നമുക്ക് അതിനൊന്ന് മോണിറ്റർ ചെയ്യാൻ കുറച്ച് CCTV ക്യാമറകൾ സ്ഥാപിച്ചൂടെ. അപ്പോൾ നമ്മൾ പാരിതോഷികങ്ങളായിട്ട് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് കണ്ട് ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ അത്രയും തുക കൊണ്ട് ഒരു CCTV ക്യാമറ എന്തുകൊണ്ട് ഫിക്സ് ചെയ്തുകൂടാ എന്നൊരു ഐഡിയ വന്നപ്പോഴാണ് അങ്ങനെ ഒരു നിർദ്ദേശം അവിടെ ഇൻക്ലൂഡ് ചെയ്തത്. അതുപോലെ ഫാക്ടറി ബേസ്ഡ് ആയിട്ടൊരു 3 മാസത്തെ പഠനം ഞങ്ങൾ നടത്തിയിരുന്നു. റൊസീൻ കമ്പനീനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള നിർദ്ദേശം എന്താണെന്നറിയോ, അപ്പോൾ ഈ ഒരു ഫാക്ടറി ബേസ്ഡ് ആയിട്ടുള്ള വേസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ന്യൂട്രലൈസ് ചെയ്ത വെള്ളത്തിനെ ഡയറക്റ്റായിട്ട് പുഴയിലേക്ക് ഒഴുക്കുന്നു എന്നതാണ് ജനങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നം മെയിനായിട്ട് അതാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു പൈപ്പ് ലൈൻ പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പയിനുകൾ ഒക്കെ ഉണ്ടായി. ഞങ്ങൾ ഓരോ സർവേ നടത്തുമ്പോഴും ഈ കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ വാട്ടർ പൈപ്പ് ലൈൻ പദ്ധതിയെക്കുറിച്ചും പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു മോണിറ്ററിംഗ് ക്ലാസ് നടത്തുകയുണ്ടായി.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ നിർദ്ദേശങ്ങളും കൺക്ലൂഷനും അതുപോലെ തന്നെ കൺസോൾട്ടേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് പ്രസന്റ് ചെയ്തായിരുന്നു ഞാൻ നിനക്കാണ്. നിനക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഒന്നും കിട്ടിയോ? പിന്നെ വെള്ളത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെ വെള്ളം എന്ന് പറയുന്നത് ജീവന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകമാണല്ലേ. അപ്പോൾ അത് ആ ഒരു ഫാക്ടർ ഇതിലുള്ളത് കൊണ്ട് ഈ പ്രോജക്റ്റ് ഇവിടെ ഒന്നും അവസാനിക്കില്ല. ഞങ്ങളുടെ ഗവേഷണം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇതൊരു പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് അല്ല. ഞങ്ങളുടെ നിർദ്ദേശങ്ങളെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും കുട്ടികൾ ചേർന്ന് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ടീം ചാലക്കുടി. ക്വസ്റ്റ്യൻസ്? ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പലതാണല്ലോ. ഇതിൽ ഏതാണ് ഒരു വെള്ളത്തിൽ ഹാർഡ്നെസ് വരുത്തിയതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? വെള്ളത്തിന് ഹാർഡ്നെസ് കോസ് ചെയ്ത മെറ്റീരിയൽ ഏതാണ്? അല്ലെങ്കിൽ 4 കെമിക്കൽസ് അതിൻ്റെ അകത്ത് ഹാർഡ്നെസ് കോസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതിലേതാണ്? ഞങ്ങൾ ബേസിക്കലി ഈ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നത് വാട്ടർ കൺസർവേഷൻ, അതേപോലെ തന്നെ ഞങ്ങളുടെ സമീപത്തുണ്ടായിരുന്ന ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നടത്തിയത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് ക്രോസ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു രീതിയിലേക്കല്ല ഈ പ്രോജക്റ്റിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത്രയും ആ ഒരു മേഖലയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. അതിന് പകരം ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് വാട്ടർ കൺസർവേഷനെ പറ്റിയിട്ടും ഫാക്ടറിയിലെ മാലിന്യത്തിനെ പറ്റിയിട്ടുമാണ്. നിങ്ങൾ ഒരു സബ്സ്റ്റൻസിൻ്റെ pH നിങ്ങൾ ചെക്ക് ചെയ്തു, അപ്പോൾ അതിന് അസിഡിക് ആയിട്ടുള്ള നേച്ചർ കൂടുതലാണ്. അപ്പോൾ അതിനെ നിങ്ങൾ ന്യൂട്രൽ ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ആസിഡും ബേസും ഒരളവിലുള്ള ലിക്വിഡ് ആയിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനെ നോക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഹരിതകർമ്മസേനക്ക് 50 രൂപ കൊടുക്കാൻ ഇതാവാത്തൊരു രാത്രിയുടെ മുറവിൽ തട്ടുന്ന വേസ്റ്റ് തന്നെ, അതങ്ങനെ പറയുന്നത് ശരിയാണോ? അത് ഞങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് പലപ്പോഴും ഉറക്കം കളഞ്ഞ് ഞങ്ങൾ കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളാണ്. അതേപോലെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ട്. അതിന് അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികൾക്കും പാരിതോഷികം. കഴിവില്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത് 50 രൂപ കൊടുക്കാൻ. അതൊരു കഴിവില്ലാത്തവരെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് മടിക്കുന്ന ആളുകൾ, അതിന് അവർ കേപ്പബിൾ ആവുന്നില്ല. കാരണം പല രീതികൾക്കും പൈസ വേസ്റ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു സമയത്ത്, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ വാങ്ങിച്ച് നമ്മൾ മണി വേസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പം നടക്കുന്നുണ്ട്. അതായത് നമുക്ക് ആവശ്യമില്ല എന്നാൽ ആവശ്യമുണ്ട്. ഈ ഒരു രീതിയിൽ നിൽക്കുമ്പോഴും കുറച്ച് പൈസ ഒന്ന് സേവ് ചെയ്താൽ നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നത്തിനെ നമുക്ക് മറികടക്കാൻ സാധിക്കുമായിരുന്നിട്ടും അതിന് നിൽക്കാത്ത വ്യക്തികളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അവർ സാമൂഹ്യ വിരുദ്ധരല്ല, കാപ്പബിൾ അല്ലാത്തവരല്ലല്ലോ. അതെ, അതിന് ആ ഒരു കാര്യത്തിനോട് കേപ്പബിൾ ആവാത്തവർ, അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ എത്ര വീട്ടിലാണ് സർവേ എടുത്തത്? ഞങ്ങൾ 40 വീടുകളിലാണ് സർവേ എടുത്തത്. ഒരു 10 വീടുകൾ കൂടി ഉണ്ടായിരുന്നു, അത് ഗൂഗിൾ ഫോം ആയിരുന്നു. അതുകൊണ്ട് അവർ മൊത്തമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 40 വീടുകളാണ് എടുത്തത്. ഓക്കെ. ജഡ്ജസ്? നിങ്ങൾ ഓൾറെഡി ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല. അഭിനന്ദനങ്ങൾ. ഓക്കെ. താങ്ക് യു ടീം ചാലക്കുടി.